ഹലോ, നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കിഴങ്ങ് കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാം. ഞാൻ കിഴങ്ങെല്ലാം കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വേവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. വേകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാം. മാവെല്ലാം എടുത്തതിന് ശേഷം, ഗോതമ്പ് മാവ് എടുത്തതിന് ശേഷം ഉപ്പിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. എന്നിട്ട് ലേശം എണ്ണയും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ 10-20 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് കിഴങ്ങ് കറി റെഡിയാക്കാം. കിഴങ്ങ് കറി റെഡിയാക്കാനായിട്ട് ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ലേശം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകമൊക്കെ ഇട്ടെല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ് വേണം സവാള ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് പച്ചമുളകും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഉപ്പും ഇട്ട് തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. തക്കാളി ഒന്ന് വെന്ത് നല്ല രീതിയിലാകാൻ വേണ്ടി. എന്നിട്ട് നമുക്കതിനകത്തേക്ക് മസാലകൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉടച്ച് മാറ്റി വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഇട്ട് എല്ലാം ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളം വേണം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം ഇളക്കിയെല്ലാം യോജിപ്പിച്ച് ഉപ്പെല്ലാം നോക്കിയിട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടേസ്റ്റ്. മല്ലിയില ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടിപൊളി അതിനൊക്കെ ഉരുളൻകിഴങ്ങ് കറിയാണ്. എന്നിട്ട് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. ചപ്പാത്തി ചെറുതെ ഉരുളകളാക്കി പരത്തിയെടുത്തതിന് ശേഷം തവയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചപ്പാത്തി എടുക്കുക. നമ്മൾ ചപ്പാത്തി ഒരുപാട് വട്ടം തിരിച്ചും മറിച്ചും ഇടരുത്. ചപ്പാത്തി അങ്ങ് ഡ്രൈ ആയിപ്പോവും. ഒരു വട്ടം 2 വട്ടം മാത്രമേ നമ്മൾ ചപ്പാത്തി തിരിച്ചും മറിച്ചും ഇടാറുള്ളൂ. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കിഴങ്ങ് കറി ചപ്പാത്തിയെല്ലാം ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കിഴങ്ങ് കറിയും ചപ്പാത്തിയുമാണ്. നല്ല സോഫ്റ്റാണ് ഈ ചപ്പാത്തി നമ്മൾ മാവ് അയക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അയക്കുക. അപ്പം നല്ല സോഫ്റ്റിലായി വരും. എല്ലാവർക്കും ടാറ്റാ.